മാന്യം പ്രേക്ഷകർക്ക് വന്ദനം. ഞങ്ങൾ തയ്യാറാണ് എല്ലാം കൊണ്ടും. നമ്മളെ പൂർണ്ണ സംഘം തന്നെ മാതൃഭൂമി ന്യൂസിന്റെ ഇവിടെ ഉണ്ട്. ഓരോരോ ഐറ്റം സുജി പട്ടാമ്പിയുടെ ചെണ്ട ഒന്നാമത്തെ ദിവസം തൊട്ട് കേട്ട് മടുക്കുന്നുണ്ടെങ്കിലും ആദ്യം ആരാന്നൊന്ന് പറയട്ടെ. പ്രേക്ഷകര് മറ്റാരുമല്ല, ഇത്രയും ദിവസം ഇവിടെ നിന്നുള്ള എല്ലാ ചലനങ്ങളും അല്ലെ എല്ലാ മാതൃഭൂമി ന്യൂസ് ടീം. നമ്മളും ഞാൻ നേരത്തെ പറയായിരുന്നു ഉപചാരം ചൊല്ലിപ്പിയില്ല, അതുപോലെയാണ് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ബ്യൂറോകളിൽ നിന്നുള്ള എല്ലാ പ്രതിനിധികളും സ്റ്റാഫുകളും ഒക്കെ ഉണ്ട് ഇവിടെ. മാത്രമല്ല ഈ ഫ്രെയിമിൽ കാണാത്തവർ ഇതിന് പിന്നിലുണ്ട്. ക്യാമറയ്ക്ക് പിന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന്മാരുണ്ട്. പ്രേമേട്ടനുണ്ട്, അജിത്തേട്ടനുണ്ട്, വ്യാസേട്ടനുണ്ട്, അതുപോലെ PCR പ്രത്യേകം പറഞ്ഞ എന്റെ പേര് പറയണമെന്ന് വിമലേട്ടനുണ്ട്, ആനന്ദേട്ടനുണ്ട്, പ്രൊഡ്യൂസർ നിതിനുണ്ട്, പിന്നെ ഇതിന്റെ എല്ലാം ലീഡ് ചെയ്തോണ്ട് നമ്മളെല്ലാം നയിച്ചുകൊണ്ട് പോയ ബിജു പങ്കജുണ്ട്. അങ്ങനെ മാതൃഭൂമിയുടെ മൊത്തം ടീം ദാ ഇത്രയും ദിവസം നിങ്ങളുടെ എല്ലാം കൂടെ ഇവിടുത്തെ എല്ലാ കാഴ്ചയും. ഷിനോ ജസ്റ്റിയുടെ പേര് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത്. ഷിനോ ജസ്റ്റി അദ്ദേഹത്തിന് ഒന്ന് വേണമെങ്കിൽ ക്ലോസ് കൊടുക്കാം അല്ലേ? ഹായ് പറയോ പ്ലീസ്. ഇനി നമുക്ക് നമ്മുടെ അയ്യോ ഒരാളെ വിട്ടുപോയി, ബിജു ഭാസ്കർ. പാവ ബിജു ഏട്ടൻ കർട്ടന് പിന്നിൽ നിന്ന് തലയെത്തി നോക്കിയപ്പോഴാണ് എനിക്ക് ഞാൻ പെട്ടത്. ചീഫുമാരും ബിജു ആണ്, അതുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ് അല്ലേ? ശരി, ക്യാമറ ചീഫാണ്. നമുക്ക് സുജി പട്ടാമ്പി നയിക്കുന്ന താളമേളത്തിന്റെ നാടായ തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂരുകാരനായ സുജി പട്ടാമ്പിയാണ് ഇനി നമ്മുടെ വിരുന്നിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അല്ലേ? സ്നേഹമോൾ നൈന പാട്ടുകാരിയാണ്, വേറെ പാട്ടുകാരൊക്കെ ഇല്ലേ? മുന്നോട്ട് മുന്നോട്ട്. ആദ്യം നമുക്ക് കൊട്ടി തുടങ്ങാം, പിന്നീട് എല്ലാവരുടെ ഐറ്റത്തിലേക്ക് എത്താം. ആദ്യം ഏത് പാട്ടാ പാടുന്നേ? ആദ്യം കൊട്ടി തുടങ്ങാം. ഈ കൊട്ടിൽ പാട്ട് വേണ്ടേ? അല്ല, തൃശ്ശൂരാകുമ്പോ തൃശ്ശൂരിന്റെ പാട്ടാണല്ലോ. അപ്പൊ തൃശ്ശൂരിനെ കുറിച്ചുള്ള പാട്ടുകള് കുറച്ച് ഹിന്ദു ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. സുജി പട്ടാമ്പിയുടെ ഒരു വൈവിധ്യമാർന്ന കഴിവാണ്. ഏത് പാട്ട് പാടിയാലും ഒരേ താളം കഴിക്കാൻ കഴിയുന്ന ഒരു കലാകാരൻ. അല്ല, തൃശ്ശൂർ വന്നിട്ട് നമുക്ക് ലിഷോയ് ചേട്ടൻ ചേട്ടന്റെ ഇഷ്ടമുള്ള പാട്ട് പട്ടാമ്പി കൊട്ടി നമ്മളത് പാടാൻ പറഞ്ഞു. അല്ല, അത് തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ പാട്ടാണ്. കാന്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പൂരമായി ബന്ധപ്പെട്ട പാട്ടാണ്. അതെ, അവിടെ ഷിനോജ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ശ്രുതി ഒന്ന് നോക്കണേ. കൊട്ടിക്കോ. 1 2 3 സ്റ്റാർട്ട്. പൂരമെനിക്കൊന്നു കാണണം കാന്ത, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത, കാന്ത ഞാനും ജെൻസി പൂരം കഴിഞ്ഞു. ഇനി അടുത്ത ഏപ്രിൽ മാസത്തിൽ തൃശ്ശൂർ പൂരാണ്. അപ്പൊ തൃശ്ശൂർ പൂരം കാണാനായിട്ട് എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ്. നിങ്ങളൊക്കെ തന്നെ എന്തായാലും തൃശ്ശൂർ പൂരത്തിന് കൂടി വരുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. തൃശ്ശൂരിലെ നിങ്ങൾ എല്ലാവരും അടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള, തൃശ്ശൂരിലെ ഈ കലോത്സവം അതെങ്ങനെയുണ്ടായിരുന്നു? അത് പുറത്തുനിന്ന് വന്ന എല്ലാവരുടെ ഒരു അഭിപ്രായം. അതായത് ഇപ്പൊ എന്താ കേൾക്കണേ? തൃശ്ശൂർ നല്ലതായിരുന്നു, തൃശ്ശൂർ സൂപ്പർ ആയിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി, നല്ലതല്ലായിരുന്നു എന്നൊരു അഭിപ്രായം എന്തായാലും അതിലൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു മറ്റ് എല്ലാ ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ കലോത്സവം നടത്താൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലം, ഏറ്റവും സൗകര്യം ഈ തേക്കങ്കാടി തന്നെ വേണമെങ്കിൽ 2 സ്റ്റേജ് പിന്നെ എക്സ്ട്രാ ഇടാം. അത്രയും സൗകര്യമുണ്ട്. അതിൽ ആർക്കും ഒരു എതിരഭിപ്രായമില്ലെന്നുള്ള. കഴിഞ്ഞ ദിവസം നമ്മളൊരു സർവേ പോലെ എല്ലായിടത്തും നടന്നു ചോദിച്ചിരുന്നു, ഒരാള് മാറ്റി പറഞ്ഞില്ല. എത്ര തൃശ്ശൂരുകാരുണ്ട്? തൃശ്ശൂരുകാരുടെ നമ്മളെ തൃശ്ശൂർക്കാരാണ്. അപ്പൊ എല്ലാ ജില്ലക്കാരുണ്ട് കേട്ടോ. നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലക്കാരുണ്ട്. വേറൊരു പാട്ടിലേക്ക് പോയാലോ അല്ലെ? നമ്മുടെ കലാവിരുന്നായിരിക്കും ആളുകൾക്ക് ഇഷ്ടപ്പെടാം. എന്നിട്ട് നമുക്ക് പേരൊക്കെ ഒന്ന് പറയാം. ഒരു നാടൻ പാട്ട്. ഞാൻ കൊട്ടാ റെഡിയാട്ടോ. ഏത് പാട്ട് വേണം തീരുമാനിക്കും. പ്രാക്ടീസ് ചെയ്ത് നോക്കി ഞാൻ കേട്ടിരുന്നു. സ്നേഹ കുട്ടനാടൻകായല്ലേ? ആലപ്പുഴക്കാരുടെ കൂടി സ്നേഹം നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കുട്ടനാടൻകായലിലെ എന്ന ഗാനം സ്നേഹമോൾ നൈന നയിക്കും. പാട്ട് പാടണം. പാട്ടൊന്നു പാടടി കൊത്തക്കറുമേ
അമ്പിളി അല്ല സത്യം പറഞ്ഞോടല്ലോ പ്രേക്ഷകർ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവൂലേ എന്താ ഇത്രയും ദിവസം ഇവിടെ നടന്നിട്ടുണ്ടാവും പാട്ട് അറിയാവുന്നവരെല്ലാവരും ഞങ്ങളുടെ അടുത്ത് ക്ഷമിക്കുക കൊട്ടറിയാവുന്നവർ ഞങ്ങളോട് ക്ഷമിക്കുക പക്ഷേ ഇതിപ്പോ എല്ലാവർക്കും നമ്മളെ പോലെ പറയാൻ ഇതിൽ എത്രയോ മനോഹരമായിട്ടാണ് ഇവിടെ നമ്മള് ഇത്രയും ദിവസം എല്ലാവരുടെയും കലാപരമായ കഴിവുകൾ കാണിച്ച സ്ഥിതിക്ക് നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അതെ ചേച്ചി അത് നമുക്ക് പെട്ടെന്ന് പേരുകൾ പറയാം അതായത് എല്ലാവരും അല്ല എല്ലാ പെട്ടെന്ന് പറയാം പേര് പറഞ്ഞോട്ടെ പെട്ടെന്ന് മൈക്ക് കൊടുക്കണം പവി ഫ്രെയിമിൽ വരുന്നവരെ ഉനൈസ് അനൂപ് കൃഷ്ണൻ ശരത്ത് ആന്റണി ഗീർ ആൽബി സ്നേഹാമോൾ അരുൺ കിഷോർ അരുൺ അമൃതനാഥ് കുറച്ച് മാറി നിൽക്കും സൈഡിൽ ബാക്കുള്ള ആള് വിനീഷ് സുജി പട്ടാമ്പി ജോംടിക്കെ റിൻസ് മനോജ് ഇനി ഇപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന വ്യാസേട്ടൻ പ്രേം ശശി അജിത് ഏട്ടൻ ബിജു ഭാസ്കർ ജി നിഖിൽ ജോസഫ് ജി നിതിൻ തോമസ് ഓക്കെ അപ്പം പിന്നെ ഇത് നമ്മൾ ഷാവിച്ചേട്ടൻ ഇവിടെ ഉണ്ട് ഇൻപുട്ടിലിരിക്കുന്ന അഭിരാമി മോഹൻ അങ്ങനെ എല്ലാവരും പിന്നെ MS ലിഷോയാണ് നമ്മൾ നയിക്കുന്നത് അപ്പൊ നമുക്ക് മറ്റു പരിപാടിയിലേക്ക് കടന്നാലോ അല്ലേ എന്തിലേക്കാണ് മിമിക്രി ഉണ്ടോ മിമിക്രി അയ്യോ സമയമില്ല മിമിക്രി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടുത്ത കലോത്സവത്തിന് ഇറക്കുന്നതായിരിക്കും എന്നും അവഗണനയാണ് എല്ലാം അപ്പോൾ നിങ്ങൾ ഈ 64ാമത്തെ കലോത്സവത്തിൽ കുച്ചിപ്പുടി നല്ല ഐറ്റംസ് നല്ല പ്രതിഭകളെയൊക്കെ കണ്ടു അതിനുശേഷം ഇങ്ങനെ ഒരുപാട് കഴിവ് ഉണ്ടെന്നുള്ള ആഗ്രഹം കൊണ്ട് അത് അവതരിപ്പിക്കാൻ അവസരമില്ലാതെ പോകുന്ന കഴിവില്ലാത്ത മനുഷ്യന്മാരെ കൂടി നിങ്ങൾ കാണുകയാണ് അതാണ് ഞങ്ങളുടെ അപ്പൊ എന്തായാലും കലോത്സവത്തിന്റെ വിശേഷങ്ങള് തൽക്കാലം എന്താണ് പറയുന്നത് ഈ ഇന്ന് വൈകുന്നേരം വരെ കലോത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഇങ്ങനെ ത്രൂ ആയിട്ട് എത്തിക്കൊണ്ടിരിക്കും നമ്മളൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ ഇങ്ങനെ റൂമിൽ നിന്നാവില്ല അപ്പൊ എന്തായാലും ഇതാ നമ്മള് ഉപചാര ചൊല്ലി പിരിയാണല്ലേ അക്ഷയ പറയൂ ശരി ഒരു ശബ്ദം കൊടുത്തോളൂ അതിന് കഴിഞ്ഞോ നമ്മുടെ വേറെ ആരും പാട്ടുകാരുണ്ടോ അല്ല കഴിവുള്ള ആരെങ്കിലും പാട്ട് പാടുന്നറിയാം ഓക്കെ